എങ്ങനെയാണ് ഈ അവേക്കനിങ് ഉണ്ടാവുന്നത്? അപ്പോൾ 3 കാര്യങ്ങൾ പറഞ്ഞു. അതായത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന്, നമ്മുടെ കറന്റ് ഇൻഫർമേഷൻസിൽ നിന്ന്, പിന്നെ നമ്മുടെ ബിലീഫ് സിസ്റ്റത്തിൽ നിന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ച് കുറച്ചും കൂടി, അതായത് നമ്മുടെ നമ്മളിൽ നിന്ന് തോട്ട് ഉണ്ടാകുന്നത്. കാരണം ഏതൊരു ആക്ഷന്റെയും പിന്നിൽ തോട്ടാണ്. അതെ, തോട്ട് ആക്ഷനായിട്ട് മാറുന്ന പ്രോസസ്സിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് ഒരു തോട്ട്, ഫസ്റ്റ് നമുക്കൊരു തോട്ട് ഉണ്ടാകുന്ന സമയത്ത് ആ തോട്ടിനനുസരിച്ച് നമ്മളുടെ ഫീലിങ്സ് വരുന്നത്, ആ ഫീലിങ്സിനനുസരിച്ച് ആറ്റിറ്റ്യൂഡ് ഉണ്ടാകുന്നത്, ആറ്റിറ്റ്യൂഡ് നമ്മുടെ ആക്ഷനിലേക്ക് കൊണ്ടുപോകണേ, ആക്ഷൻ അനുസരിച്ച് നമ്മുടെ പേഴ്സണാലിറ്റി, ആ പേഴ്സണാലിറ്റി ഉണ്ടാക്കുന്ന ഇംപ്രിൻസ് എങ്ങനെയുള്ളതാണോ അതാണ് നമ്മൾ. അപ്പോ അതിനനുസരിച്ച് വീണ്ടും നമ്മുടെ ആക്ഷൻസ് പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ഷൻസ്, ഹാബിറ്റ്സ്. പക്ഷെ നമുക്ക് ഏതൊരു ആക്ഷനിലേക്ക് വരണമെങ്കിലും ഒരു തോട്ട് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ആകുന്നത് തന്നെ ഈ 3 കാര്യങ്ങളുടെ ആധാരത്തിൽ. നേരത്തെ 3 പോയിന്റ്സ് പറഞ്ഞല്ലോ. ഒന്ന് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസസ്. അപ്പൊ നമുക്ക് ഏതൊരു കാര്യത്തെക്കുറിച്ചും ഒരു ആക്ഷനിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് ആദ്യം ഇപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പാർവതിയെ കുറിച്ച് പാർവതി വരാൻ പോണു, അല്ലെ പാർവതി വന്നുകൊണ്ടിരിക്കുകയാണ്, കുറച്ച് സമയത്തിന് ഉള്ളിൽ എന്റെ മുന്നിൽ എത്തും. അപ്പൊ അത് ആ ഒരു തോട്ട്, ആ ഇൻഫർമേഷൻ വന്നതും എന്റെ മൈൻഡിൽ തോട്ട് ജനറേറ്റ് ചെയ്യുന്നതിന്റെ ആധാരം ഒന്നുകിൽ എനിക്ക് പാർവതിയെ നേരത്തെ അറിയുന്ന ആളാണെങ്കിൽ, പല പ്രാവശ്യം എനിക്ക് പരിചയമുള്ള ആളാണെങ്കിൽ, പലതവണ നമ്മൾ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായിട്ടുള്ള എന്റെ എക്സ്പീരിയൻസസ്, അതിനനുസരിച്ചാണ് എന്റെ മൈൻഡിൽ തോട്ട് ഉണ്ടാകണം. എങ്ങനെയായിരുന്നു എന്നോട് ബിഹേവ് ചെയ്തത്, ഞാൻ എങ്ങനെയായിരുന്നു ആ സമയത്ത് തിരിച്ച് റെസ്പോണ്ട് ചെയ്തത്. അപ്പൊ പലതവണ നമ്മൾ തമ്മിൽ കണ്ടുമുട്ടിയപ്പോൾ ഉണ്ടായ വ്യവഹാരങ്ങള് എനിക്ക് എന്റെ ഉള്ളിൽ ഉണ്ടാക്കിയ ഇംപ്രിൻസുകളുണ്ട്. ആ ഇംപ്രിൻസ് എന്റെ ഉള്ളില് പ്രിന്റ് ആയിട്ടുണ്ട്, എന്റെ ഉള്ളിലുണ്ട്. അപ്പൊ അതെനിക്ക് ഉണ്ടാക്കിയ എക്സ്പീരിയൻസസ് എന്താണ്, ആ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ആധാരത്തില് എനിക്ക് വീണ്ടും ആ ഇൻഫർമേഷൻ കേൾക്കണം, അത്രയിൽ വീണ്ടും തോട്ട് ജനറേറ്റ് ആവുന്നത്. ഞാൻ പിന്നീട് എങ്ങനെ പാർവതി വരുന്ന സമയത്ത് റെസ്പോണ്ട് ചെയ്യണോ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യണോ, ഇതെല്ലാം എന്റെ ആ പാസ്റ്റ് എക്സ്പീരിയൻസിനെ ഒന്ന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പല കാര്യങ്ങളും നമ്മൾ എപ്പോഴും തീരുമാനം എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ആക്ഷനിലേക്ക് വരുന്നത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസിന്റെ ആധാരത്തിലാണ് പലപ്പോഴും. രണ്ടാമത്തത് നമ്മളിങ്ങനെ പറയാല്ലേ, പാസ്റ്റ് എക്സ്പീരിയൻസ് അയാളെ വിശ്വസിക്കാൻ പാടില്ല. അതായത് എനിക്ക് പലതവണ ഉണ്ടായ അനുഭവങ്ങളുടെ അപ്പൊ ആ അനുഭവങ്ങള് എനിക്കൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കി തരും. അപ്പൊ അതിനനുസരിച്ച് ഒരു ബിഹേവിയർ എനിക്ക് എന്നിൽ നിന്ന് വരും. ഇങ്ങനെയാണ് പലപ്പോഴും നമ്മൾ നമ്മുടെ റോള് പ്ലേ ചെയ്യുന്നതിൽ ഒരു മുഖ്യ ഘടകമാണ് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പൊ പാസ്റ്റ് എക്സ്പീരിയൻസ് എത്ര ബെറ്റർ ആണോ അതിനനുസരിച്ച് നമ്മൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ആക്ഷനിലേക്ക് വരും അവരോടൊപ്പം. പക്ഷെ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മുടെ ആ വ്യക്തിയുമായിട്ട് ഉള്ളത് കുറച്ച് മോശമാണെങ്കിൽ വീണ്ടും ആ ആള് തന്നെ നമ്മുടെ മുന്നിൽ കടന്നു വരുന്ന സമയത്ത് അതിനനുസരിച്ച് നമ്മൾ ബിഹേവ് ചെയ്യും. അതൊന്ന്. രണ്ടാമത്തത് നമ്മുടെ തോട്ടിനെ, നമ്മുടെ ആക്ഷനെ നിയന്ത്രിക്കുന്ന ഒരു ഘടകം ഇൻഫർമേഷൻസ് ആണ്. ഇപ്പൊ ഇന്ന് ലോകത്തിൽ നമുക്ക് എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സാധാരണ പറയല്ലേ, ഇൻഫർമേഷൻ ടെക്നോളജിയുടെ വേൾഡ് ആണ്. എത്രയധികം ഇൻഫർമേഷൻസ് ഡേ ബൈ ഡേ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുക. ദിവസം രാവിലെ നമ്മൾ ഉണരണതേ ഇന്ന് എല്ലാവർക്കും എന്താ വേണ്ടേ, പേപ്പർ വന്നത് എഴുന്നേറ്റ് മുഖം കഴുകിയില്ലെങ്കിലും കൂടി ആദ്യമേ പേപ്പർ എടുത്ത് നോക്കുക. പ്രത്യേകിച്ചും നമ്മൾ ഉണർന്നു കഴിഞ്ഞ രാവിലെ ഏർലി മോർണിംഗില് നമുക്ക് ഒരു മണിക്കൂർ 2 മണിക്കൂർ സമയം തുടക്കത്തിൽ നമ്മുടെ മൈൻഡിന് 1 അവർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ 2 മണിക്കൂർ സമയം നമ്മുടെ ഗ്രാസ്പിംഗ് ടെൻഡൻസി വളരെ കൂടുതലാണ് നമ്മുടെ മനസ്സിന്. അപ്പൊ നമ്മുടെ മനസ്സ് ഒരു ബ്ലോട്ടിംഗ് പേപ്പർ പോലെയാണ്. അതുകൊണ്ട് രാവിലെ എണീറ്റ് പഠിക്കണം എന്നൊക്കെ പറയുന്നത്. അതെ അതെ, ആ സമയത്ത് നമ്മുടെ മൈൻഡ് കുറച്ച് കാമാണല്ലോ, ശാന്താണ്. ഒരു ഡേ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യല്ലേ, നമ്മുടെ തോട്ട് പ്രോസസ് ആരംഭിക്കാൻ പോണേല്ലേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നമ്മുടെ പവർ വളരെ കൂടുതലായിരിക്കും, ഗ്രാസ്പിംഗ് ടെൻഡൻസി. അപ്പൊ ആ സമയത്ത് നമ്മൾ പക്ഷെ ഫീഡ് ചെയ്യണത് എന്താണ്, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ, പേപ്പർ വായിക്കുക, അല്ലെ കാണുക. ആ സമയത്ത് എന്താ സംഭവം, ഇന്ന് അതാ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്നത്. ഉണർന്നു കഴിഞ്ഞാൽ ഉടനെ TV ഓൺ ചെയ്യുക അല്ലെങ്കിൽ പേപ്പർ എടുത്ത് വായിക്കുക. മീൻസ് നെഗറ്റീവ് ഫുഡാണ് നമ്മൾ ഫീഡ് ചെയ്യണം രാവിലെ തന്നെ. അത് ഏറ്റവും കൂടുതൽ ഗ്രാസ്പിംഗ് ടെൻഡൻസി ഉള്ള സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ നെഗറ്റിവിറ്റി നമ്മുടെ ഉള്ളിലേക്ക് ഫീഡ് ചെയ്യുന്നത്. പണ്ടൊക്കെ രാവിലെ എഴുന്നേറ്റ് കുളി കഴിഞ്ഞ് നാമം ചൊല്ലി ആ ക്ഷേത്രത്തിൽ പോയി അല്ലെങ്കിൽ വിളക്ക് വെച്ച് നാമം ചൊല്ലി അല്ലെങ്കിൽ എന്തെങ്കിലും ആധ്യാത്മിക ഗ്രന്ഥങ്ങൾ പഠിക്കണം. അതിനുശേഷം മാത്രമേ കുടിക്കാൻ വെള്ളം പോലും തരുള്ളൂ. ശരിയാണ്. സന്ധ്യാസമയത്തും അതേപോലെ
അതിരാവിലെ സമയത്ത് എത്രയോ വീടുകളില് നമ്മുടെ തന്നെ അമ്മമാര് അവരുടെ അനുഭവം പറഞ്ഞു കേട്ടിട്ടുണ്ട്. വീടുകളില് അങ്ങനെയാണ് പണ്ട് കുട്ടികളെ വളർത്തിയിരുന്നത്. ആധ്യാത്മികമായിട്ടുള്ള അവയർനെസ്സില് ആ ഒരു എൻലൈറ്റൻമെന്റ് നമ്മളിൽ ഉണ്ടാക്കണ ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നല്ല. ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കുന്ന അതാണ്, ഏതൊരു നോളജ് ആണോ നമ്മുടെ ഉള്ളില് ആ പവർ നൽകണ, ഊർജം നൽകുന്ന, പോസിറ്റീവ് ആയിട്ടുള്ള എനർജി നമുക്ക് പ്രദാനം ചെയ്യുന്ന, പോസിറ്റീവ് ആയിട്ടുള്ള അവയർനെസ്സിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നത്. അത് സർവ്വധർമ്മങ്ങളിലും നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സ്പിരിച്വാലിറ്റി ഉണ്ട്. എല്ലാ ധർമ്മ ഗ്രന്ഥങ്ങൾക്കുള്ളിലും നമുക്ക് സ്പിരിച്വാലിറ്റി കണ്ടെത്താൻ കഴിയും. അപ്പൊ ആ സ്പിരിച്വൽ ആസ്പെക്ട്സ് ഏതാണോ നമ്മളെ എനർജറ്റിക് ആക്കി മാറ്റണ, ജീവിതത്തിലെ ആ ഒരു പോസിറ്റീവ് ചാനലൈസേഷൻ, പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് നമുക്ക് നൽകുന്ന ഇൻഫർമേഷൻസ്, അതാണ് സ്പിരിച്വാലിറ്റിയിലൂടെ നമുക്ക് ലഭിക്കുന്നത്.